അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ AFSൽ സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് സാധാരണഗതിയിൽ നമ്മൾ ഒന്നാമത്തെ ടെക്സ്റ്റ് ബുക്കൊക്കെ നല്ല രൂപത്തിൽ പഠിച്ച് രണ്ടാമത്തെ പഠിക്കാൻ നമുക്ക് വലിയൊരു മൂഡ് ഉണ്ടാവില്ല. മാർക്ക് പിടിക്കാൻ ഒന്നും കൂടെ എളുപ്പം രണ്ടാമത്തെ ടെക്സ്റ്റാണ് എന്നുള്ളതും കൂടെ എന്താക്കുക, ഓർമ്മിക്കുക. അപ്പം ഇനി ഇവിടെ എന്തിനാണ് ഈ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്? ഇതുകൊണ്ട് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ നമ്മളെ ടോട്ടൽ ഇക്വിറ്റി മീൻസ് ലാബിലിറ്റി, നമ്മളെ ടോട്ടൽ ബാധ്യത എത്രയെന്ന് അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ അസറ്റ് എത്രയാണെന്നുള്ളതും കാണുന്നുണ്ട്. ഈ ടോട്ടൽ ലാബിലിറ്റിൻ്റെ അതല്ലെങ്കിൽ ടോട്ടൽ അസറ്റിൻ്റെ എത്ര ഭാഗം ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, എത്ര ഭാഗം റിസർവ് സർപ്ലസ് ഉണ്ട്, എത്ര ഭാഗം കറണ്ട് ലാബിലിറ്റി ഉണ്ട്, അസറ്റിൻ്റെ എത്ര ഭാഗം ഫിക്സഡ് അസറ്റാണ്, അസറ്റിൻ്റെ എത്ര ഭാഗം കറണ്ട് അസറ്റാണ്, ഇത് കണ്ടുപിടിക്കലാണ് ഇവിടെ ഈ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് കൊണ്ട് എന്താവുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഈ ടോട്ടലിനെ നമ്മൾ 100% കാണും. ഈ ടോട്ടൽ ഇവിടെ 4 ടോട്ടലുണ്ട്. 2 വർഷത്തെ അസറ്റിൻ്റെ ലാബിലിറ്റിൻ്റെയും. അസറ്റ് ലാബിലിറ്റി എപ്പോൾ ഒരേമാതിരി ആയിരിക്കും, എന്നാലും പറയാം. ഇത് 100 ആക്കിയിട്ട് എന്താക്കുക, കാണാം. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള എല്ലാ സാധനത്തിനെയും, അതായത് ഈ 3 ഇതുകൊണ്ട്, ഈ 3 ഇതുകൊണ്ട്, ഈ 2 ഇതുകൊണ്ട്, ഈ 2 ഇതുകൊണ്ട്, ഇത് വെച്ചിട്ട് നമ്മൾ എന്താവുകയാണ്, അതിൻ്റെ ശതമാനം കണ്ടെത്തുകയാണ്. ഇത്ര ഇതിൽ ആവശ്യമുള്ളൂ. അപ്പോൾ നോക്കിക്കോ, ആദ്യം നമ്മൾ മാർച്ച് 31, 2020 പെർസെൻറ്റേജ് കാണട്ടോ. മാർച്ച് 31 ഇത് 2020 വിചാരിക്കുക. അതിൻ്റെ പെർസെൻറ്റേജാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ 2021 പെർസെൻറ്റേജും നോക്കിക്കുക. എങ്ങനെയാണ് കാണുന്നത്? ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. അപ്പോൾ നോക്കുക, 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം. 1, 10, 100, 1000, 10000, ലക്ഷം, 20 ലക്ഷം ഡിവൈഡ് ബൈ, ഇതാണ് 100%. 40 ലക്ഷമാണ് 100%. അതെപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവണം കേട്ടോ. 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം. ഓക്കെ, നമ്മൾ പെർസെൻറ്റേജ് കാണുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഇവിടെ 100ൽ എന്താവുന്നത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ചെയ്ത് നോക്കാം. 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം. 20 ലക്ഷം ഡിവൈഡ് ബൈ 50 ലക്ഷം. 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം ഇൻറ്റു 100 സമം 40. സോറി, ഇവിടെ ചെറിയൊരു മാറ്റമുണ്ടല്ലോ. ഇല്ലല്ലേ, ഒന്നുകൂടെ നമ്മൾ നോക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് പയച്ചിട്ടുണ്ട്. 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം. 20 ലക്ഷം ഡിവൈഡ് ബൈ 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം ഇൻറ്റു 100 സമം 50. അപ്പോൾ നോക്കിക്കതാ, ഇവിടെ 50%. ഇനി നമ്മൾ ടോട്ടൽ 2020 ടോട്ടൽ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ 4 ലക്ഷമാണ്. ആ 4 ലക്ഷത്തിൻ്റെ സർപ്ലസിൻ്റെ, അതിൽ റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ ശതമാനം എത്ര ഉണ്ട് എന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അതിന് വളരെ സിമ്പിളാണ്. 100% ആണല്ലോ ഈ 40 ലക്ഷം. അതെപ്പോഴും താഴത്താണ് വരിക. ആ ബോധം ഉണ്ടായാൽ മതി. 1, 10, 100, 1000, 10000, ലക്ഷം, 40 ലക്ഷം. 8 ലക്ഷം അല്ലേ മേലുള്ളത്. 1, 10, 100, 1000, 10000, ലക്ഷം, 8 ലക്ഷം. 1, 10, 100, 1000, 10000, ലക്ഷം, 8 ലക്ഷം ഡിവൈഡ് ബൈ 40 ലക്ഷം. 1, 2, 3 ഇൻറ്റു 100. അപ്പം 8 ലക്ഷം ഡിവൈഡ് ബൈ 4 ലക്ഷം ഇൻറ്റു 100 എന്ന് പറയുമ്പം 20% എന്താവണത് വരുന്നത്. ഇനി അടുത്തത് എങ്ങനെ കാണുക? ഇങ്ങനെ തന്നെ 120, 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം. 12 ലക്ഷം ഡിവൈഡ് ബൈ 40 ലക്ഷം. 12 ലക്ഷം ഡിവൈഡ് ബൈ 40 ലക്ഷം ഇൻറ്റു 100
എത്രയാണ് വരിക? 30 എന്താവുക വരിക. ഓക്കെ, ഇത് പിന്നെ നമ്മൾ 100 എന്ന് പ്രത്യേകം എഴുതാനില്ല, കാരണം ഈ 40 ലക്ഷമാണ് എന്ത് 100 എന്ന് പറഞ്ഞത്. ഇനി പിന്നെ അടിക്കും ഇതുപോലെ തന്നെയാണ് എന്താവേണ്ടത്, ചെയ്യേണ്ടത്. ഇവിടെ ചെയ്യുമ്പം 40 ലക്ഷം 28 ലക്ഷം ഡിവൈഡ് ബൈ 40 ലക്ഷം ഇൻറ്റു 100. 28 ഡിവൈഡ് ബൈ 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം ഇൻറ്റു 100 സമം 70. 70 എന്താവുന്നത് ഇവിടെ വരുന്നത്. ഇതാണ് കേട്ടോ മാർച്ച് 2020 സാധനമാണ് നമ്മൾ അടിക്ക് ഇങ്ങനെ എഴുതി പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ എത്ര ഉണ്ടാവുക? 30 ഉണ്ടാവുക, കാരണം 70 30 കൂടെയാണ് എന്തുണ്ടാവുക? 100 ഉണ്ടാവുക കേട്ടോ. ശതമാനം. ഇതെങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ 12 ലക്ഷം ഡിവൈഡ് ബൈ 40 ലക്ഷം ഇൻറ്റു 100. ഇനി നമ്മൾ എന്താവാണ് 2021 പോവുകയാണ്. 2021 പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 22 ലക്ഷം ഡിവൈഡ് ബൈ 50 ലക്ഷം. 22 ലക്ഷം ഡിവൈഡ് ബൈ 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം. 22 ലക്ഷം ഡിവൈഡ് ബൈ എത്രയാണ്? 5 ലക്ഷമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം ഇൻറ്റു 100. അപ്പം നമുക്ക് എത്ര കിട്ടുന്നതെന്നറിയോ? 44%. ഓക്കെ, ഇങ്ങനെ ഓരോ സാധനങ്ങളും. അടുത്തത് 1 ലക്ഷം ഡിവൈഡ് ബൈ 5 ലക്ഷം ഉണ്ടാകുക ഇൻറ്റു 100. പിന്നെ 18 ലക്ഷം ഡിവൈഡ് ബൈ 50 ലക്ഷം ഇൻറ്റു 100. ഇത്ര എന്തുള്ളൂ ഈ കോമൺ സെൻസ് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ ബാക്കിയുള്ള സംഗതി ഇട്ടായിട്ട് നോക്കിയാൽ മതി, വരച്ചാൽ മതി. സിമ്പിളായിട്ട് എത്ര മാർക്ക്? 8 മാർക്കിനിട്ട് വരുന്ന ചോദ്യമാണ്, കളയരുത്. വളരെ സിമ്പിളാണ് സാധനം.